വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് ടെക്സ്റ്റൈൽസ് ബൈ മൃദു. 500 സബ്സ്ക്രൈബേഴ്സ് എത്തിയ ഈ നിമിഷത്തിൽ നിങ്ങളായിട്ടൊരു ചിറ്റ്ചാറ്റിന് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഗിവ് അവേ കൊടുക്കണ്ടേ? ഗിവ് അവേ കൊടുക്കാം. 100-നും 300-നും ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും കേരളത്തിൽ കിട്ടാത്തതും ഞാൻ ട്രാവൽ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് പർച്ചേസ് ചെയ്ത എന്തെങ്കിലും സാധനമായിരിക്കും ഞാൻ ഗിവ് അവേ കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഗിവ് അവേനെ കുറിച്ച് ഞാൻ പിന്നീട് പറയാനോ മുമ്പ് എനിക്കൊരു ചെറിയ കാര്യം പറയാനുണ്ട്. അതായത് 500 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഒരു മില്യനൊന്നും അല്ലല്ലോ എന്ന് വിചാരിച്ചാൽ എനിക്ക് മില്യൺ പോലെ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ 500 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഓരോ സബ്സ്ക്രൈബേഴ്സും ഞാൻ മുത്തുമണി മാല ഉണ്ടാക്കണ പോലെ ഞാൻ സ്വരുക്കുട്ടി വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയ ഒരു ബ്യൂട്ടിഫുൾ ഡയമണ്ട് നെക്ലസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനൊരു റീസൺ ഉണ്ട്. കാരണം ഞാൻ 10 വർഷം മുമ്പ് തുടങ്ങാമെന്ന് വിചാരിച്ചൊരു ചാനലാണിത്. ബേക്കിങ്ങിൻ്റെ വീഡിയോസ് ഞാൻ കുറേ എടുത്ത് വെച്ചിട്ടുമുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ അച്ഛൻ സുഖമില്ലുണ്ടായി, അച്ഛൻ മരണപ്പെട്ടു പോയി. അതിനുശേഷം ഞാൻ തിരിച്ചു വന്നതിന് ശേഷം പിന്നെയും ഞാൻ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് പുതിയ ആപ്ലിക്കേഷൻസ് ഒക്കെ വന്നിട്ട് ഇതിന് ക്ലാരിറ്റി കുറഞ്ഞു പോയ ഒരു തോന്നൽ എനിക്ക്. അപ്പോൾ ഇതിട്ടുണ്ടാന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞു പോയി. പിന്നെയും ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു ചാനൽ തുടങ്ങണം എന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നോട് ചോദിച്ചു, ഓക്കെ എനിവേ യു ആർ ഗോയിങ് ടു സ്റ്റാർട്ട് എ ചാനൽ അല്ലേ, അപ്പോൾ വാട്ട് ഈസ് യുവർ കണ്ടൻറ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കണ്ടൻറ്റ് എന്താ, ഞാൻ ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റീസ്. അതായത് ഇപ്പോൾ ഞാൻ ട്രാവൽ ആൻഡ് ടെക്സ്റ്റൈൽസ് എന്നുള്ളത് ട്രാവലിംഗ് ഞാൻ കുറച്ച് അത്യാവശ്യം ചെയ്യുന്നുണ്ട്. പിന്നെ ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്നത് അതെൻ്റെ പ്രൊഫഷനാണ്. അപ്പോൾ ഞാൻ പഠിച്ചിരിക്കുന്നത് ഫാഷൻ ഡിസൈനിങ് ഒക്കെ ആയതുകൊണ്ടും ഞാൻ പ്രൊഫഷണലായിട്ട് ആ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടും കൂടാണ്ട് എൻ്റെ ഓൺ പ്രൊഡക്ട്സ്, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ഇടുന്നുണ്ട്, ഓൺ പ്രൊഡക്ട്സ് ഞാൻ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അങ്ങനത്തെ ആക്ടിവിറ്റീസിന് എനിക്ക് ഒരു ഷോർട്ടേജ് വരാനോ അതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല അതൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് ഒരു കണ്ടൻറ്റ് വേണം വിച്ച് ഈസ് വെരി കംഫർട്ടബിൾ ഫോർ മീ. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, ഇൻ കേസ് ഇടാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഇടയിൽ സ്ട്രക്ക് ആവാൻ പാടില്ല. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. കൂടാണ്ട് കുക്കിംഗ് എൻ്റെ ഒരു പാഷനാണ്. ഇവിടെയുള്ള അത്യാവശ്യം ചെറിയ കോൺടെസ്റ്റുകളോ അല്ലെങ്കിൽ വലിയ കോൺടെസ്റ്റോ ഒക്കെ ഞാൻ പോകാറുണ്ട്. മാസ്റ്റർ ഷെഫിനും ഒക്കെ ഞാൻ പോയിട്ടുണ്ട്. കോൺടെസ്റ്റ് കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതൊരു പാഷനാണ്, അതൊരു ഇൻട്രസ്റ്റാണ്. പല സ്റ്റേറ്റ്സിലുള്ളവരായിട്ട് ഞാൻ പരിചയപ്പെട്ടാലും അവിടെ നിന്ന് കിട്ടുന്ന ഞാൻ ടിപ്സും അവരുടെ റെസിപ്പീസൊക്കെ ഞാൻ ട്രൈ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അതും കൂടി ട്രൈ ചെയ്യാൻ, അതും കൂടി ഷെയർ ചെയ്യുക എൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ട്. അങ്ങനെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്, ബ്ലോക്ക് പ്രിൻറ്റിങ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഇതെല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാനൽ എന്നുള്ള പ്ലാനാണ്. പക്ഷേ ഇതെല്ലാം ഒക്കെ എഴുതാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ട്രാവൽ ആൻഡ് ടെക്സ്റ്റൈൽസ് എന്നുള്ളത് ഇട്ടത്. കാരണം മെയിനായിട്ട് അതാണ്. പക്ഷേ ഇപ്പം ഞാൻ കൂടുതലും കുക്കിംഗ് ആണ് ഇടുന്നത്. എനിക്ക് മനസ്സിലായി. കാരണം വെച്ചാൽ ട്രാവൽ ചെയ്യാത്ത സമയത്ത് എനിക്ക് കുക്കിംഗ് ആണ് കംഫർട്ടബിൾ, അതുകൊണ്ടാണ്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ഇതൊന്നും പോവില്ല മൃദു, പോകണമെങ്കിൽ ആൾക്കാരെ ഹരം കൊള്ളിക്കുന്ന എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ ട്രെൻഡി ആയിട്ടുള്ളത് എന്തെങ്കിലും വേണം, അതും അല്ലെങ്കിൽ ആൾക്കാരെ പിടിച്ചിരുത്തുന്ന മാതിരി എന്തെങ്കിലും വേണം, എൻ്റർടൈൻമെൻറ്റ് ചാനലായിരിക്കണം, അതും അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് കംഫർട്ടബിൾ അല്ല. കാരണം നമ്മൾ ഏതൊരു ചാനൽ തുടങ്ങുമ്പോഴും നമുക്ക് എന്താണ് കംഫർട്ടബിൾ, നമുക്ക് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, നമ്മൾക്ക് എന്താണ് സ്ട്രക്ക് ആവാണ്ട് പോയിക്കൊണ്ടിരിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്കിതൊന്നും എനിക്ക് പറ്റാത്ത പരിപാടികളാണ്, എനിക്ക് പറ്റുന്ന പരിപാടികൾ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിവേ ഞാനൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാം, നോക്കാം സബ്സ് വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ പറഞ്ഞു 100 വരെ തികയോ സംശയമാണെന്നുള്ളത് എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു നോക്കാം, ഏതായാലും ഞാൻ ആക്ടിവിറ്റി തുടങ്ങട്ടെ, എൻ്റെ ഡെയിലി ആക്ടിവിറ്റീസ് ഞാൻ എന്ത് ചെയ്യണോ അത് ഞാൻ ഷെയർ ചെയ്യണമെന്നേ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ തുടങ്ങി. എനിക്ക് ഫസ്റ്റ് ഭയങ്കര സ്ലോ മോഷനായിരുന്നു. പക്ഷേ ഞാൻ കണ്ടിന്യൂ ചെയ്തു. കാരണം ഞാൻ സ്റ്റോപ്പ് ചെയ്തില്ല. അതായത് എനിക്കത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടണം, അതൊരു പാഷനായി മാറിക്കഴിഞ്ഞു. ഞാൻ ചെയ്യുന്ന വർക്ക്സ് എന്തൊക്കെയാണെന്നുള്ളത്, ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, വോയിസ് ഓവർ കൊടുക്കുക, ഇടുക എന്നുള്ളത് എൻ്റെ ഒരു റൂട്ടീനായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വന്നില്ല എന്ന് വെച്ചിട്ട് എനിക്ക് വിഷമമില്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷേ എനിക്ക് ചാനൽ ത്രൂ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി. പല രാജ്യങ്ങളിലുള്ളവരായാലും പുറമെ വേറെ ഡിസ്ട്രിക്റ്റിലുള്ളവരോ വേറെ സ്റ്റേറ്റ്സിലുള്ളവരൊക്കെ ആയിട്ട് കുറേ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല ഉപകാരങ്ങൾ നമുക്ക് കിട്ടുമല്ലോ. അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. എവിടെയൊക്കെയോ ഇരിക്കുന്ന ആരൊക്കെയായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഗിഫ്റ്റ്സ് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ, അവരുടെ ചാനൽസ് അങ്ങനെയൊക്കെ അതൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് അപ്പം പിന്നെന്താ പറയുകയെന്ന് വെച്ചാൽ, നമ്മുടെ ചാനൽ ഇപ്പോൾ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ 10 വർഷം മുമ്പ് തുടങ്ങിയവരോ അല്ലെങ്കിൽ 6-7 വർഷം മുമ്പ് തുടങ്ങിയവരൊക്കെയാണ് ഇപ്പോൾ മില്യൻസിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ അപ്പോഴൊക്കെ തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ നല്ല അത്യാവശ്യം റീച്ച് ചെയ്യും. കാരണം എന്താ വെച്ചാൽ അന്നൊക്കെ എല്ലാവരും പെട്ടെന്ന് സബ് ചെയ്യും. ഇപ്പം അങ്ങനെയല്ല, എല്ലാവർക്കും ചാനലുണ്ട്. അപ്പോൾ ആയതുകൊണ്ട് ആൾക്കാർ നല്ലോണം ആലോചിച്ചിട്ടേ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷനൊക്കെ വരുന്നത് അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു ചാനലിൽ അവർക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം വേണം അല്ലേ, എന്തെങ്കിലും തരത്തിൽ ഉപകരിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇപ്പോഴുള്ള ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാനായാലും അങ്ങനെ തന്നെ, എനിക്ക് ഉപകാരം ഉണ്ടെങ്കിൽ മാത്രമേ ഞാനത് സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. അപ്പോൾ ജെനുവിനായിട്ട് ഓർഗാനിക്കായിട്ട് ചെയ്യുക എന്നുള്ളതാണ് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്.
അപ്പോൾ നമുക്ക് ഫേക്കായിട്ടൊന്നും ചെയ്യാണ്ട് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് ആൾക്കാരെ പറ്റിക്കാതെ ആരെയും അതിനകത്ത് ഒരു മറയോ ഫേക്കോ ഒന്നും ഇല്ലാണ്ട് ജെനുവിനായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന തന്നെ. അത് സ്ലോ ആയാലും കുഴപ്പമില്ല, അത് നമ്മൾ വിഷമിക്കരുത്, സ്ട്രക്ക് ആവരുത്, നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുതെന്നാണ് എൻ്റെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. അപ്പോൾ ഇനി പറയാൻ വന്നതെന്ന് വെച്ചാൽ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ 500 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയണതിൽ ഇത്രയും ഞാൻ ഹാപ്പി ആവാനുള്ള കാരണം അതാട്ടോ. വളരെ എനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ ഓരോ സബ്സ്ക്രൈബേഴ്സിനോടും ഞാനിവിടെ ഈ ഒരു നിമിഷം ഞാൻ വളരെയധികം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അപ്പോൾ ഇനി എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടുള്ള ഗിവ് എവേ കൊടുക്കാനുള്ള പ്ലാനാണ്. കേരളത്തിൽ കിട്ടാത്തതും ചെന്നൈയിൽ കിട്ടുന്നത്, അല്ലെങ്കിൽ ഞാൻ ട്രാവൽ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് കിട്ടുന്ന ഐറ്റം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ മൈൻഡിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഏതായാലും പ്ലാൻ ആക്കിയിട്ടില്ല ഞാൻ എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ 500 ചെറിയൊരു ചാനലായതുകൊണ്ട് ഞാൻ അങ്ങനെ ഗംഭീരമായിട്ട് നല്ലോണം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് അല്ല, ബട്ട് എന്നാലും ഇൻഎക്സ്പെൻസീവുമല്ല, അത്യാവശ്യം നല്ലൊരു സാധനമായിരിക്കും ഒരാൾക്കേ കൊടുക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് കൊടുക്കുന്നത് കൊണ്ട് കുറച്ച് നല്ല സാധനമായിരിക്കും. ഒരുപാട് പേർക്ക് ഇപ്പോൾ ഞാൻ ഏതായാലും പ്ലാനില്ല. ഒരു 1000 എങ്കിലും ആയിക്കഴിഞ്ഞാൽ ഞാൻ കുറച്ചും കൂടെ കൂടുതൽ നമ്പേഴ്സ് ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നേ ഉള്ളൂ, ഒന്നും ചെയ്യാനില്ല. എനിക്ക് ഇത്രയും 500 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടും കമൻസ് കുറവാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കുറവാണ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് റെഗുലറായിട്ട് എൻ്റെ ചാനൽസിൻ്റെ താഴെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ ഇതുപോലുള്ള ചാനൽസാണ് നിങ്ങൾക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ അത് പറയണം. ഞാൻ എങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് താല്പര്യം എന്നോ, അല്ലെങ്കിൽ എങ്ങനത്തെ വീഡിയോസ് കൊണ്ടുവരാം എന്നുള്ളതും അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ ഒന്ന് ഇൻറ്ററാക്ട് ചെയ്യാനും പറ്റുമെന്ന് മാത്രമല്ല, എനിക്ക് കുറച്ച് കൂടുതൽ ഒരു ഐഡിയാസും കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ എനിക്ക് ഒന്ന് കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിൽ നിന്നും ഞാൻ സെലക്ട് ചെയ്തിട്ട് ഒരാൾക്ക് കൊടുക്കുന്നതായിരിക്കും. പിന്നെ നോട്ട് ദ പോയിൻ്റ്, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് സ്ഥിരമായിട്ട് കമൻസ് ഇടുന്നവരുണ്ട്, അവർക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഗിവ് അവേ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിന് മുമ്പ് ഗിവ് അവേ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ തന്നെയാണ് എനിക്കിപ്പോഴും കമൻസ്, കാരണം കട്ട സപ്പോർട്ട് എന്ന് പറയുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് മാത്രം എനിക്ക് റെഗുലറായിട്ട് കൊടുക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ പുതിയ ആൾക്കാർ ഇപ്രാവശ്യം സെലക്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ പുതിയ ആൾക്കാരിൽ നിന്നും ഞാൻ സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് മാക്സിമം ഞാൻ ഓണത്തിന് മുമ്പ് വേണമെങ്കിൽ ഒരു ഓണം ഗിഫ്റ്റ് എന്ന് വെച്ചോളൂ, അങ്ങനെ ഒരു രീതിയിൽ ഞാൻ ഒരു ഗിഫ്റ്റ് അയച്ചു കൊടുക്കാനുള്ള ഒരു പ്ലാനിലാണ്. അപ്പോൾ അല്ലാത്തവർ എന്നോട് വഴക്കിട്ട് പോകരുത് പ്ലീസ്. നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ തന്നു കഴിഞ്ഞതാണ്. ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ എന്നെ കൂടെ എപ്പോഴും കട്ട സപ്പോർട്ട് നിൽക്കണം. 1000 ആകുമ്പോൾ ഞാൻ അടിപൊളിയായിട്ട് ഞാൻ ഗിവ് അവേ കൊടുക്കുന്നതായിരിക്കും. അത് ഞാൻ കുറച്ച് പേരെ, കൂടുതൽ പേരെ ഞാൻ സെലക്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരാളെ സെലക്ട് ചെയ്യണുള്ളൂ, അത് പല റീസൺസ് ഉണ്ട്, അതുകൊണ്ടാണ്, വേറൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഗിവ് അവേയുടെ പ്ലാൻ. അപ്പോൾ ഈ ഒരു നിമിഷം ഞാൻ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഈച്ച് ആൻഡ് എവ്രി വൺ ഫോർ സപ്പോർട്ടിങ് മീ. അപ്പോൾ കമൻസ് ചെയ്യുന്നുണ്ട് ചിലവർ ലൈക്ക് ചെയ്യുന്നുണ്ട്, ചിലർ മറന്നു പോകുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ട് ഇഷ്ടപ്പെടും, എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ ചിലവരൊക്കെ. അപ്പോൾ ഞാൻ പറയും ചിലപ്പോൾ അവർ സബ് ചെയ്യാനൊക്കെ മറന്നു പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാണുന്നവരൊന്ന് സബ് ചെയ്താൽ നമുക്ക് നല്ലതായിരിക്കുമല്ലോ എന്നുള്ളൊരു പ്ലാനാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ 500 എത്തിയതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. അപ്പോൾ ഇനിയും മുന്നോട്ടാണ്. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു അഫർമേഷൻ ചെയ്യുക, ഐ ഹിറ്റ് മില്യൺ എന്നുള്ള രീതിയിൽ. കാരണം അയ്യോ എനിക്ക് ഇത്രയേ ഉള്ളൂ അങ്ങനെയല്ല, നമുക്ക് എന്ത് കിട്ടുന്നോ അതിൽ സന്തോഷിക്കുക എന്നുള്ളതാണ്. എനിക്ക് 500 ഹാപ്പി തന്നെയാണ്. 300 ആയപ്പോഴും എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു. കാരണം 0-ൽ നിന്ന് തുടങ്ങുന്നത് 500 എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറ്റ്സ് നോട്ട് എൻ ഈസി ടാസ്ക്. അതിൻ്റെ എഫേർട്ട് ഉണ്ട്. നമ്മളത് വീഡിയോ എടുക്കുന്നു, എഡിറ്റ് ചെയ്യുന്നു, വോയിസ് ഓവർ കൊടുക്കുന്നു, നമ്മൾ സമയം കണ്ടെത്തി ചെയ്യുന്നതാണ് ഇതെല്ലാം. അതിനൊക്കെ ഒരുപാട് നമുക്ക് എഫേർട്ട് ഉണ്ട്, വെറുതെ ചെയ്യുന്നതല്ലല്ലോ. അതും വെറുതെ എന്തെങ്കിലും സംസാരിക്കുന്നതല്ല ഇതിനകത്ത്, വെറുതെ ചുമ്മാ ഇങ്ങനെ ലൈവിൽ വന്ന് സംസാരിച്ച് അങ്ങനെ കൂടെ അല്ല, നമ്മൾ ഒരു എഫേർട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പോകുന്ന ഹോട്ടൽസിലൊക്കെ പോയി ഫുഡിൻ്റെ കാര്യമായാലും എന്താണെങ്കിലും ഞാനത് വീഡിയോസ് എടുക്കുന്നുണ്ട്, അല്ലാത്തതും എടുക്കുന്നുണ്ട്, എഡിറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാം അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ എഫേർട്ട് ഉണ്ട്, ഇല്ലായികയില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് നമുക്ക് കിട്ടുന്നൊരു റിസൾട്ടാണ് ഇങ്ങനെ വരുന്ന സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിൽ വളരെ സന്തോഷം എന്ന് പറയാൻ കാരണം. അപ്പോൾ ഒരു കാലത്ത് ഞാൻ മില്യൺ അടിക്കുന്നത് തന്നെയാണ് നമ്മൾ അഫർമേഷൻ ചെയ്യേണ്ടത്. ഇപ്പോൾ ചെറിയ യൂട്യൂബേഴ്സ് ആയാലും വിഷമിക്കേണ്ട. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് തിങ്കിങ് ആണ്. ഞാൻ മില്യൺ അടിക്കും എന്നല്ല, ഞാൻ മില്യൺ അടിച്ചു, ഐ ഓൾറെഡി ഹിറ്റ് മില്യൺ എന്നുള്ള രീതിയിൽ അഫർമേഷൻ പറയുക. അതൊക്കെ തന്നെയാണ്. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. അപ്പം ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഓരോ പ്രചോദനങ്ങളും, നമുക്ക് ഒരു മൈൻഡ് അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുമ്പോഴാണ് നമ്മൾ ഓരോരോ അച്ചീവ്മെൻറ്റ്സ് നമുക്ക് ഉണ്ടാവുക. താങ്ക് യു സോ മച്ച് ഓൾ മൈ സബ്സ്ക്രൈബേഴ്സ്. കീപ് സപ്പോർട്ടിങ് മീ. താങ്ക് യു.